തകർച്ചാ ഭീഷണി ഉയർത്തുന്ന തിരൂർ കാക്കടവ് സ്വപ്നനഗരി തൂക്കുപാലത്തിന്റെ ശോചനീയാവസ്ഥക്ക് അടിയന്തിരമായി പരിഹാരം കാണുമെന്ന് നഗരസഭാ ചെയർമാൻ ഇബ്രാഹിം ഹാജി അറിയിച്ചു. പാലത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് മാധ്യമവാർത്തകളും ജനപ്രതിഷേധങ്ങളും ശക്തമായതിനെ തുടർന്നാണ് ചെയർമാന്റെ അടിയന്തര ഇടപെടൽ. ദിനംപ്രതി നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന കാക്കടവ് പാലത്തിന്റെ അവസ്ഥ ഏറെ ആശങ്കാജനകമാണെന്ന് ചെയർമാൻ സമ്മതിച്ചു. തുരുമ്പെടുത്ത കേബിളുകളും ദ്രവിച്ച പലകകളും മാറ്റി സ്ഥാപിച്ച് പാലം പൂർണ്ണമായും സുരക്ഷിതമാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. പാലത്തിന്റെ നവീകരണത്തിനായി നഗരസഭയുടെ പ്രത്യേക ഫണ്ടിൽ നിന്നും അടിയന്തരമായി തുക വകയിരുത്തും. പാലത്തിന്റെ ബലക്ഷയം കൃത്യമായി വിലയിരുത്താൻ എഞ്ചിനീയറിംഗ് വിദഗ്ധരുടെ സംഘത്തെ ഉടൻ വിനിയോഗിക്കുമെന്നും ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളെന്നും ചെയർമാൻ വ്യക്തമാക്കി. നമ്മുടെ ശ്രദ്ധയിൽ മുമ്പ് തന്നെ ഇത് 1-2 തവണ വന്നു നോക്കിയാണ്. ഇതിന് ഏകദേശം കഴിഞ്ഞ പദ്ധതിയിൽ നമ്മൾ 5 ലക്ഷം രൂപ വെച്ചു. പക്ഷെ ഇത് ടെൻഡർ പൂർത്തീകരിച്ചപ്പോൾ ഇത് പോരാ എന്ന് പറഞ്ഞപ്പോൾ 4 സംതിങ് കൊണ്ട് അങ്ങനെ 9 ലക്ഷം രൂപക്ക് നമ്മളിത് ഏജൻസി വഴി ഈ ആഴ്ച ടെൻഡർ നടക്കും. ടെൻഡർ നടന്നാൽ ഇത് എത്രയും പെട്ടെന്ന്, കാരണം ഇതിൻ്റെ ദയനീയാവസ്ഥ നേരിട്ട് മനസ്സിലാക്കിയതാണ് മുമ്പ് തന്നെ. പക്ഷേ ഇപ്പോൾ ഇന്നലെ മിനിയാന്നൊക്കെ ഇതിൻ്റെ ചർച്ച വന്നപ്പോൾ ഞാൻ ഒന്ന് വന്നു നോക്കിയതാണ് എത്രമാത്രം. അപ്പോൾ വലിയ പ്രയാസമാണ്, കാരണം ചെറിയ പൈതമക്കളൊക്കെ ഇതിലെ നടന്നു പോകുന്നതാണ്. അപ്പോൾ ഈ പൊട്ടി നിൽക്കുന്നതിൻ്റെ ഇടയിൽ കാലൊക്കെ പോയാൽ, പ്രത്യേകിച്ച് വല്ല മുറിവൊക്കെ ആയിട്ടുണ്ടെങ്കിൽ സെപ്റ്റിക് ആകുന്ന വലിയ വിഷയമുണ്ട്. പിന്നെ ഈ പ്രദേശത്തുകാർക്ക് ഏക ഒരു ആശ്രയം എന്ന് പറയുന്നത് ഈ ഒരു തൂക്കുപാലമാണ്. മറ്റൊന്ന് നമ്മുടെ റെയിൽവേയുടെ അടിയിൽ കൂടെ വരുന്ന ഒരു റോഡാണ്. അത് യഥാർത്ഥത്തിൽ മഴ പെയ്യുന്ന സമയത്ത് ഈ വെള്ളം നിറഞ്ഞ് അങ്ങനെയും വരാൻ കഴിയില്ല. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഒരു പരിഗണന ഇതിന് കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായും ഇത് എത്രയും പെട്ടെന്ന് ഈ വർക്ക് തുടങ്ങാനുള്ള സംവിധാനം തുടങ്ങും. അതോടനുബന്ധിച്ച് ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ കുറേ കാലത്തെ ഒരു ആഗ്രഹമാണ് ഒരു വാഹനം കൊണ്ടുവരാനുള്ള നല്ല സൗകര്യത്തോടു കൂടിയുള്ള റോഡ്. ഇത് ബഹുമാനപ്പെട്ട MLA കുർക്കുളം മൊയ്തീൻ സാഹിബൊക്കെ കഴിഞ്ഞ ഇലക്ഷൻ്റെ കാലത്ത് വലിയൊരു പദ്ധതി 17 കോടി രൂപ ചിലവഴിച്ച് നമ്മളെ കാക്കടവ് അപ്പുറത്ത് ഒരു പുതിയ പാലം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൻ്റെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൽ അതിന് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിന് ഫണ്ട് കണ്ടെത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും അതിൻ്റെ വളരെ ഗൗരവത്തോടു കൂടി തിരൂർ മുനിസിപ്പാലിറ്റിയിലെ ഈ പ്രദേശത്തുകാരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് അത് നിർബന്ധമായും അതിനുവേണ്ടി ആത്മാർത്ഥമായി തീർച്ചയായും ഇവരുടെ കൂടെ ഉണ്ടാകും. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അതിന് പദ്ധതികൾ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുമെന്ന് അറിയിക്കുകയാണ്. വളരെ പ്രയാസമുണ്ട്. ഈ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ യാത്ര ചെയ്യുന്ന ഈ കാക്കടവ് തൂക്കുപാലം വലിയ പ്രയാസമാണ്. സ്വപ്നനഗരി തൂക്കുപാലത്തിന്റെ അവസ്ഥ വളരെ ഗൗരവത്തോടെയാണ് നഗരസഭ കാണുന്നത്. ജനങ്ങളുടെ ജീവനാണ് ഞങ്ങൾക്ക് പ്രധാനം. ഒട്ടും വൈകാതെ തന്നെ പാലത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. പാലം തകർച്ചാ ഭീഷണിയിലായതോടെ കാക്കടവിലേക്കുള്ള സഞ്ചാരികളുടെ വരവ് കുറയുമോ എന്ന ആശങ്കയിലായിരുന്നു പ്രദേശവാസികൾ. ചെയർമാന്റെ ഈ ഉറപ്പോടെ എത്രയും വേഗം പാലം പഴയപടിയാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ടുഡേ, തിരൂർ.